ലൈക്ക് ചെയ്യണേ, സപ്പോർട്ടും ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ബൈ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സോപ്പാണ് കേട്ടോ. അപ്പോൾ നേരത്തെ വീഡിയോ എടുക്കാനായിട്ട് മുമ്പായിട്ട് മോക്ക് ഇൻട്രോ ഒക്കെ പറയണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് അവളൊന്ന് പറഞ്ഞതാണ് കേട്ടോ വീഡിയോയ്ക്കകത്ത് ഇട്ടിരുന്നത്. അപ്പോൾ അത് അവളുടെ ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്ക് അവൾക്കത് പറയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇൻട്രോ അവളങ്ങ് പറയട്ടെ എന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സോപ്പ് ബേസ് വെച്ചിട്ടുള്ള PS സോപ്പാണ് കേട്ടോ. നമ്മൾ അതിന് വേണ്ടിയിട്ട് PSൻ്റെ കിറ്റുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സോപ്പ് ഉണ്ടാക്കുന്ന മോൾഡാണ് കേട്ടോ. 2 മോൾഡ് നമ്മളതിലുണ്ട്. പല ഷേപ്പിലുള്ളതാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളുടെ ഇതുണ്ടല്ലോ, പപ്പായയുടെ പൾപ്പും കറ്റാർവേടം ഡയറക്റ്റായിട്ട് നമ്മളത് കട്ട് ചെയ്ത് ഉണ്ടാക്കുന്ന പൾപ്പ് എടുത്ത് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടോ കാണിച്ചത്. ഇപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കിറ്റ് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ സോപ്പ് മോൾഡിനകത്ത് കുറച്ച് ഓയിൽ തടവി മാറ്റി വെക്കുക കേട്ടോ ആദ്യമായിട്ട്. പിന്നെ ഒരു പാത്രത്തിനകത്ത് നമ്മൾ വെള്ളം ചൂടാക്കണം. അപ്പം ഈ സോപ്പ് കിറ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സോപ്പ് ബേസ്. നമ്മൾ ഇത്രയും സോപ്പ് ബേസ് വെച്ച് നമുക്ക് 10 സോപ്പ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പം കഴിഞ്ഞ വീഡിയോ ഇട്ടുന്നപ്പോൾ എല്ലാവരും കമൻറ്റ് അയച്ചിട്ടുണ്ടായിരുന്നു 10 സോപ്പ് എവിടെയെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് 10 സോപ്പ് കിട്ടുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ സോപ്പ് ബേസ് ചെറുതായിട്ട് കട്ട് ചെയ്യുക കേട്ടോ. ഇതൊരു കിറ്റാണ്. ഇതിലത്തെ സോപ്പ് ബേസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്മെല്ല് ഒരു സിറവ് വരുന്നുണ്ട്. പിന്നെ നമ്മളെ PS സോപ്പിൻ്റെ ആ ഒരു ഫ്ലേവറും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് നമുക്ക് 10 സോപ്പ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സോപ്പ് ബേസ് നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ. ഒരു പാത്രത്തിനകത്ത് ഈ ഒരു പാത്രത്തിനകത്ത് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് നമ്മളതിനെ അതായത് ഉരുക്കി എടുക്കാൻ പോകുന്നത്. അപ്പം 2 കട്ടയായിട്ടാണ് നമുക്ക് കിറ്റിനൂടെ കിട്ടുന്നത് സോപ്പ് ബേസ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സോപ്പ് ബേസ് തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന PS സോപ്പിൻ്റെ കിറ്റാണ്. PS സോപ്പാണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക കേട്ടോ. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മൾ സോപ്പ് ഇപ്പം നമ്മൾ ഉണ്ടാക്കി, അതായത് PS സോപ്പ് അടക്കം നമ്മൾ സോപ്പെല്ലാം ഉണ്ടാക്കി വെക്കുന്നത് 30 രൂപയ്ക്കാണ് കേട്ടോ. അപ്പം ലാഭം എന്ന് ഉദ്ദേശിച്ചിട്ടല്ല, നമ്മളിപ്പം അത്യാവശ്യം നമ്മൾ അയൽവക്കത്തുള്ള എല്ലാവർക്കും നമ്മളിത് കൊടുക്കുന്നുണ്ട്. 30 രൂപയ്ക്കാണ് നമ്മളിതിപ്പോൾ കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇതുവരെയായിട്ടും പപ്പായ കൊണ്ടുള്ള സോപ്പുകളും അത് കണക്ക് തന്നെ അലോവേറ, ക്യാരറ്റ്, മഞ്ഞൾ ഇതൊക്കെ വെച്ചുള്ള സോപ്പുകളാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് സോപ്പ് ബേസ് വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് സോപ്പ് ബേസ് വെച്ചിട്ടുള്ള വീഡിയോ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ വെള്ളം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നല്ല വെള്ളം തിളക്കട്ടെ, എന്നാലേ നമ്മളുടെ ആ ഒരു സോപ്പ് ബേസ് നമുക്കിതിനകത്ത് വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു കിറ്റാണ് കേട്ടോ. ഇതാണ് PSൻ്റെ ഫ്ലേവർ. ഇത് നമുക്ക് ഒരു പാത്രത്തിനകത്ത് ഒരു ചെറിയൊരു കിണ്ണി ഉണ്ടല്ലോ, അതിനകത്ത് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ചാലിച്ചെടുക്കാം കേട്ടോ. നല്ല തരി ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചേക്കണം. അപ്പം നമുക്ക് ഇത്രയും മതി. ഇത് നല്ല കളർ കിട്ടും കേട്ടോ. ഇതും നമ്മളുടെ ആ സ്മെല്ലിന് വേണ്ടി ചേർക്കുന്ന അതും കൂടി ആകുമ്പോഴത്തേക്കും നല്ല കളർ കിട്ടും. അപ്പം നമുക്ക് സോപ്പ് ബേസ് നമ്മളെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വെച്ച് നമ്മൾ നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് കുറച്ച് താമസമുണ്ട് കേട്ടോ. ഇത്രയും കൂടെ നമുക്ക് മെൽറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് താമസമുണ്ട്. അപ്പോൾ അത് പതിയെ നമുക്ക് മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾ ക്യാരറ്റ് കൊണ്ടുള്ള സോപ്പും പപ്പായ, അലോവേറ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ആ സോപ്പുകളെല്ലാം വന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന സോപ്പ് ഉണ്ടല്ലോ, അത് നമ്മളൊരു മണിക്കൂറിന് മുമ്പ് തന്നെ ഒരു അരമണിക്കൂറോളം നമുക്ക് സെറ്റായിട്ട് കിട്ടും. പക്ഷെ മറ്റേ ഡയറക്റ്റ് ആ പപ്പായ പൾപ്പൊക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മാക്സിമം ഒരു 3 മണിക്കൂറെങ്കിലും മാറ്റി വെച്ചേക്കണം കേട്ടോ. പക്ഷേ ഈ മിക്സ് വെച്ച് ഉണ്ടാക്കുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു മണിക്കൂറിന് മുമ്പ് തന്നെ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ അതാണ്. അപ്പം എല്ലാം നല്ല സോപ്പുകളാണ്, നല്ല ക്വാളിറ്റിയും നല്ല റിസൾട്ടും കിട്ടുന്ന ഒരു സോപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് നല്ലതുപോലെ മെൽറ്റ് ചെയ്തെടുക്കണം നമുക്ക്. അപ്പോൾ അത് നല്ല രീതിയിൽ മെൽറ്റായിട്ട് വരണം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മെൽറ്റ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇതാ മെൽറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതായത് നല്ല രീതിയിൽ വെള്ളമൊക്കെ തിളച്ച് വന്ന് നല്ല രീതിയിൽ മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു തരി പോലും ഇല്ല, നല്ല രീതിയിൽ എടുക്കുക കേട്ടോ. അപ്പോൾ
അപ്പോൾ നമ്മൾ അടുത്തായി ചേർക്കാൻ പോകുന്ന സ്മെല്ലിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. നമ്മൾ കിറ്റിൻ്റെ കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഇത് നല്ലതുപോലെ മെൽറ്റ് ആയതിനു ശേഷമാണ് കേട്ടോ നമ്മളിതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ മെൽറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ നമ്മൾ പിയേഴ്സിൻ്റെ ഫ്ലേവർ നമ്മൾ വെള്ളത്തിൽ ചാലിച്ച് വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ചെറിയൊരു കളർ നമുക്ക് കിട്ടും. നല്ല പിയേഴ്സിൻ്റെ അതേ കളർ തന്നെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ആ ഒരു നമ്മളുടെ ആ ഒരു സ്മെല്ലിനുള്ള സാധനം ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഇതും കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല കളർ കിട്ടും കേട്ടോ. നല്ല കളറുണ്ട്. അപ്പോൾ പിയേഴ്സിൻ്റെ കറക്റ്റ് കളർ നമുക്ക് ഇതും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം നല്ല കളറുണ്ട്, നമുക്ക് വേറെ കളറൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല കളർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മോഡിലോട്ട് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് കറക്റ്റ് 10 സോപ്പിൽ തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ നമ്മൾ 2 മോൾഡാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ അതിലോട്ട് നമ്മൾ നിറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ പൾപ്പ് വെച്ച് റെഡിയാക്കുന്ന 3 മണിക്കൂർ സെറ്റാവാൻ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 1 മണിക്കൂറിന് മുമ്പ് വരെ സെറ്റായിട്ട് കിട്ടും. അപ്പം നമ്മൾ നിറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു പത കണക്ക് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അത് നമ്മൾക്ക് എടുത്ത് കളയാം. അതെടുത്ത് കളഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ ഒരു എന്താ പറയുക, ഒരു ഫിനിഷിങ്ങിന് വേണ്ടി നമ്മളത് അതിൻ്റെ മുകളിലത്തെ ആ പതയൊന്ന് മാറ്റി കൊടുക്കും. അപ്പോൾ നമ്മളുടെ എല്ലാം മുകളിലെല്ലാം നിറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പം ഇനി മുകളിലത്തെ ആ പതയുണ്ട്, നമുക്ക് ബാക്കിയൊന്ന് ഞാൻ ചെറിയൊരു ഇതിനകത്ത് ഒഴിച്ച് വെക്കുക കേട്ടോ. നമുക്ക് 10 കഴിഞ്ഞിട്ട് ചിരിച്ചി കൂടെ ബാക്കിയുണ്ടായി നമ്മൾ വേറെ പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലുള്ള ആ ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് അതൊന്ന് മാറ്റി എഴുതാം കേട്ടോ. ഈ ഫിനിഷിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. മുകളിൽ ഒരു ജസ്റ്റ് പത കണക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റി അത് ഫിനിഷിങ് ആക്കി കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ആ ഒരു കിറ്റ് കൊണ്ട് നമുക്ക് 10 സോപ്പ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പം കറക്റ്റ് നമ്മളെല്ലാം മുകളിലത്തെ അത് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പം കറക്റ്റ് ആ ഒരു നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടും കേട്ടോ. നമുക്കിത് സെറ്റായിട്ട് കിട്ടിയിരിക്കുന്നത് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ സെറ്റായിട്ട് നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടി നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മളുടെ കയ്യിലുള്ളത് ഇപ്പോൾ ഇത് കണക്കുള്ള മോൾഡുകളാണ് കേട്ടോ. പല ഷേപ്പിലെയും പല നല്ല ഫിഗറിലെല്ലാം ഉള്ള എല്ലാ നമ്മളുടെ മോൾഡുകളും ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് കണക്ക് നമ്മളെല്ലാം മാറ്റി വൃത്തിയാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇത് കണക്കാണ് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 1/2 മണിക്കൂർ ഇങ്ങനെ തന്നെ വെച്ചേക്കാം. നമ്മളിപ്പം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞു. ഇതാ നോക്കിക്കേ, നമ്മൾ സോപ്പ് നമ്മൾ അതിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ. കറക്റ്റ് നല്ല ഷേപ്പിൽ തന്നെ എന്താ പറയുക, നല്ല കട്ടിയായിട്ട് നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക് കേട്ടോ. നമ്മളെ സോപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദാണ്ടെ നമ്മൾ സോപ്പുകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 10 സോപ്പാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. അത് കറക്റ്റ് നല്ല രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടെക്സ്ചറിൽ തന്നെയാണ് നമ്മളെ പിയേഴ്സ് സോപ്പ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കമൻസൊക്കെ താഴെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് അയയ്ക്കുക. അപ്പോൾ നമ്മളുടെ കറക്റ്റ് ഇതേ പിയേഴ്സ് സോപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ സപ്പോർട്ട്, ലൈക്കും ഷെയറും എല്ലാം ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.